1924 ജൂൺ 14 ജർമ്മനിയിലെ ഓൾഡെ എന്ന ഗ്രാമത്തിൽ പിതാവ് ബെർണാഡ് മോണിങ്മാനും മാതാവ് പൗളയ്ക്കും കൂടി 6 മക്കളിൽ മൂന്നാമത്തെ മകളായി ജനിച്ച് 1924 ജൂൺ 18 ഓൾഡെ ഗ്രാമത്തിൽ സെൻറ്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിൽ പൗള കാതറിൻ എന്ന് സ്നാനമേറ്റു. ചെറുപ്പത്തിൽ തന്നെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി ചെറിയ ത്യാഗങ്ങൾ അർപ്പിക്കുവാനും ജീവിതത്തിലെ അസൗകര്യങ്ങൾ സഹിക്കുവാനും അമ്മ അവരെ പഠിപ്പിച്ചു. ബാല്യത്തിൽ തന്നെ കഷ്ടപ്പെടുന്നവരിലും ദുരിതമനുഭവിക്കുന്നവരിലും പ്രത്യേക ശ്രദ്ധയും സഹതാപവും ഉണ്ടായിരുന്നു. 10ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ച പൗള കാതറിൻ 11ാമത്തെ വയസ്സിൽ സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. തുടർന്ന് യുവത്വത്തിൽ തന്നെ ഉർസുലിൻ സഭയിൽ ചേർന്ന് ഒരു സന്യാസിനി ആകുവാനും യഥാർത്ഥത്തിൽ തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ് നാടും വീടും ഉപേക്ഷിച്ച് കേരള കരയിലെ കണ്ണൂർ രൂപതയിലെ തളിപ്പറമ്പ് ദേശത്ത് വന്നു. തൻ്റെ മനസ്സിൽ ഉദിച്ച പട്ടുവം പാറയും കള്ളിമുൾ ചെടികളും നിറഞ്ഞ പ്രദേശം തിരഞ്ഞെടുത്തുകൊണ്ട് ദീനസേവന സഭയ്ക്ക് രൂപം നൽകുകയും മദർ പേത്രയുടെ ജീവിതശൈലിയും പ്രാർത്ഥനാ ചൈതന്യവും രോഗികളിലും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലും ക്ഷയരോഗികളിലും കുഷ്ഠരോഗികളിലും യേശുവിൻ്റെ തിരുമുഖം ദർശിച്ചുകൊണ്ട് തൻ്റെ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് കഠിന പ്രയത്നത്തിലും നിരന്തരമായ പ്രാർത്ഥനയിലും യേശുവിനെ പോലെ സ്വയം ശൂന്യവൽക്കരിച്ചുകൊണ്ട് ദൈവദാസി മദർ പേത്ര ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ദീനസേവന സഭാ സന്യാസിനികളിലൂടെ ഇന്നും ജീവിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഞാൻ ഫാദർ ടോമി തോമസ്, സെൻറ്റ് മേരീസ് ചർച്ച് വള്ളവിള ഇടവക വികാരിയായി സേവനം ചെയ്യുന്നു. ഈ ഇടവക തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ കീഴിൽ വരുന്ന ഇടവക കൂടിയാണ്. ഏറെ പ്രത്യേകിച്ച് DSS ദീനസേവന സഭ സന്യാസിനികൾ അവരുടെ ശുശ്രൂഷ ഈ ഇടവകയിൽ ആരംഭിച്ചിട്ട് 50 വർഷം തികയുന്നു. ജൂബിലിയുടെ നിറവിലായിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനും ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും അതോടൊപ്പം അഭിനന്ദനങ്ങളും സന്തോഷപൂർവ്വം നേരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും സമൂഹത്തിൻ്റെ വിളിമ്പിൽ താമസിക്കുന്നവരോടും അനുകമ്പയും കാരുണ്യവും ദയയും കാട്ടിക്കൊണ്ട് ഈ സന്യാസിനികൾ ഈ ഇടവകയിലെ വലിയൊരു സേവനം തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഏതാണ്ട് 25 വർഷമായി ഇവരുടെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട്. സ്വന്തം മക്കൾ കൈവിട്ടവർ, സ്വന്തം കുടുംബക്കാർ മാറ്റി നിർത്തിയവർ, വഴിയിൽ കിടക്കുന്ന മനുഷ്യരെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ആതുര ശുശ്രൂഷ പ്രവർത്തനം, അവരെ വൃത്തിയാക്കി കുളിപ്പിച്ച് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണവും മരുന്നുമൊക്കെ നൽകി വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ഒരുപക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ മുറിവുകൾ വൃത്തിയാക്കുന്ന സിസ്റ്റേഴ്സ്. ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു കുഞ്ഞ് നഴ്സറി ഉണ്ട്.
ഒത്തിരിയധികം കുരുന്നുകൾ ഇന്നൊരു പക്ഷേ പുറത്തൊക്കെ വലിയ വലിയ സ്കൂളുകളും നഴ്സറികളും ഉണ്ടാകുമ്പോഴും മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സ്കൂളിൽ തന്നെ പഠിക്കുവാനായിട്ട് വിടുന്നുണ്ട്. കാരണം ഇവിടെ ലഭിക്കുന്നത് വിദ്യാഭ്യാസവും അച്ചടക്കവും മാത്രമല്ല, മറിച്ച് വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ചൈതന്യത്തിലുമൊക്കെ ഈ കുഞ്ഞുങ്ങൾ വളരുമെന്നുള്ള വിശ്വാസം മാതാപിതാക്കൾ കൊണ്ട് ഒത്തിരിയധികം കുരുന്നുകൾ ഇവിടെ നിന്ന് അറിവ് നേടി പോകുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കൂടിയാണ്, ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഒരു ഡിസ്പെൻസറി ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും വലിയ വലിയ ആശുപത്രികളുമൊക്കെ നമ്മുടെ ഗവൺമെൻറ് ആശുപത്രികളും നമുക്ക് തൊട്ടടുത്ത സമീപത്തെ പ്രദേശങ്ങൾ ഉണ്ടെങ്കിലും കുറേ അധികം ദൂരത്ത് നിന്ന് ആളുകൾ തിരക്കി വരുന്നതും ഈ ഡിസ്പെൻസറിയിലുണ്ട്. കാരണം ഞാൻ മനസ്സിലാക്കിയതും ചോദിച്ചതനുസരിച്ച് ഒരമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്: ഈ ഭവനത്തിലേക്ക്, ഈ ഡിസ്പെൻസറിയിലോട്ട് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അവർ എന്ത് വ്യാധികളാലും രോഗത്താലും ഒക്കെ കടന്നു വന്നാലും അവരുടെ ജീവിതത്തിൽ സൗഖ്യമായിട്ടാണ് അവർക്ക് കാരണം സിസ്റ്റേഴ്സ് നൽകുന്നത് ഈ ഒരു മരുന്നുകൾ മാത്രമല്ല, മറിച്ച് അവരുടെ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു ദൈവിക സാന്നിധ്യവും അതോടൊപ്പം തന്നെയാണ് അവർക്കത് ഫീൽ ചെയ്യുകയും ചെയ്യുന്നത്. ആക്കിയാൽ ഏറെ പ്രത്യേകിച്ച് ഈ ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ നമുക്ക് സിസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വീണ്ടും കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ കുറേയധികം നന്മകൾ ചെയ്യുവാനും ഒത്തിരിയധികം മനസ്സുകളും ഹൃദയങ്ങളും ഒക്കെ ദൈവത്തിന് വേണ്ടി രൂപാന്തരപ്പെടുത്തുവാനും ഈ സന്യാസിനിമാർ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ സമൂഹത്തിന് ആത്മാർത്ഥതയോടുകൂടി നേരുകയും ചെയ്യുന്നു. ആയിരത്തി 1982 ഞാൻ ഈ വള്ളവള കോൺവെൻറ്റിൽ ഒരു മെമ്പറായിട്ട് വന്നു. ഇവിടുത്തെ ഏറ്റവും കൊച്ചു സിസ്റ്ററായിട്ടാണ് അന്ന് ഞാനിവിടെ വന്നത്. അപ്പോൾ എനിക്ക് നേഴ്സറി പിള്ളേരെയാണ് നേഴ്സറിയിൽ പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ നിയോഗം, എനിക്ക് തന്ന ജോലി. അപ്പം ഞാൻ നേഴ്സറിയിൽ ഇവിടെ 3-4 കൊല്ലം ഞാനിവിടെ നേഴ്സറിയിൽ പഠിപ്പിച്ചു. അപ്പോൾ ഈ വള്ളവള പ്രദേശത്തിൻ്റെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ ദാരിദ്ര്യത്തിലും സംസ്കാരമില്ലാതെ എന്നൊക്കെ പറയാം നമുക്ക്. ആ രീതിയിലൊക്കെ ചെറിയ ചെറിയ ഓല വീടുകളിൽ കഴിയുന്ന കുടുംബങ്ങളാണ്. നമുക്ക് സഹിക്കാൻ പറ്റിയാൽ അവർക്കൊരു വീട്, ആ വീടിനുള്ളിലുള്ള ആ അവസ്ഥ മാത്രമേ ഉള്ളൂ. ഇന്ന് കാണുന്നത് പോലെയുള്ള ജീവിത പുരോഗതി ഇല്ല. ഈ 2-3 തടികളൊക്കെ വെച്ച് കെട്ടി കടലിൽ പോകുന്നത്, ആഴക്കടലിൽ അവർക്ക് പോകാൻ പറ്റിയല്ല. കുറച്ച് പോകും, വല്ലതും കിട്ടുന്നത് കൊണ്ട് തിരിച്ചു വരും. അങ്ങനെയുള്ള ഒരു ഭയങ്കര ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയാണ്. അതുപോലെ തന്നെ ഒരു സാംസ്കാരികമായ ഒരു പുരോഗതിയും നമുക്കിവിടെ കൈവന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ സിസ്റ്റേഴ്സിനെ നമ്മുടെ ഈ 3 ഇടവകകളിൽ തുടർന്നുള്ള 3 ഇടവകകൾ നമുക്ക് ഒന്നിച്ച് അടുപ്പിച്ചടുപ്പിച്ചുണ്ട്. ആ 3 ഇടവകകളിൽ സിസ്റ്റേഴ്സ് ഇല്ല, നമ്മളെ എവിടെ ഉള്ളൂ. അപ്പം നമ്മളാണ് നടന്ന് ഈ എല്ലാ ഇടവകളിലും പോയി കുർബാനയ്ക്ക് ഒരുക്കുന്നതും കാറ്റഗിസം പഠിപ്പിക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ നമ്മൾ കടപ്പുറത്തേക്ക് ഇറങ്ങി ആൾക്കാരെ എല്ലാം ഗ്രൂപ്പായിട്ട് കടപ്പുറങ്ങളിൽ തന്നെ ഇരുത്തി അവർക്ക് കാറ്റഗിസം എടുക്കുക, അവരോട് ഇഴുകിച്ചേർന്ന ഒരു ജീവിതം. അത് ഭയങ്കര അനുഭവമായിരുന്നു. നമ്മളും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ വസിച്ചു, അവർ നമുക്കും സ്വന്തമായിട്ട് മാറി. അതുപോലെ ഇടവക വികാരിമാരോട് ഏറ്റവും അടുത്ത് നമ്മൾ വലിയ സഹായമായിട്ടാണ് നമ്മുടെ സിസ്റ്റേഴ്സ് ഇവിടെ വളർന്നത്. ഈ കോൺവെൻറ്റ് ഇവിടെ വരാനുള്ളൊരു സാഹചര്യം നോക്കിയാൽ, അന്ന് തിരുവനന്തപുരം രൂപതയുടെ വൈദികനായ ക്ലീറ്റസ് അച്ഛനായിരുന്നു ഇവിടുത്തെ ഇടവക വികാരി. അപ്പോൾ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടുകാരനായിരുന്നു ഒരു പള്ളോട്ടയൻ ഫാദർ, ജർമ്മൻകാരനാണ് മാൽഫ്രഡ് എന്ന് പറയുന്ന ഒരച്ഛൻ. അപ്പോൾ ഒരിക്കലും ഈ അച്ഛൻ നമ്മുടെ ക്ലീറ്റസ് അച്ഛനെ വന്ന് കണ്ടപ്പോൾ ഈ മാൽഫ്രഡ് അച്ഛൻ ചോദിച്ചു, നമ്മുടെ ഇടവകയ്ക്ക് എന്താണ് അച്ഛന് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് തോന്നുന്നത്? അപ്പം ക്ലീറ്റസ് അച്ഛൻ പറഞ്ഞു, നമുക്ക് അത്യാവശ്യമായിട്ടൊരു കോൺവെൻറ്റ് കൊണ്ടുവരണം, എനിക്കും ഒരു കൂട്ടാകും, എനിക്കിത് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ മാൽഫ്രഡ് അച്ഛൻ നമ്മുടെ സഭയെക്കുറിച്ച് മദർ പേത്രായെ അറിയാമായിരുന്നു. കാരണം മദർ പേത്ര ജർമ്മൻകാരത്തിയാണ്. അറിയാവുന്നത് കൊണ്ട് അച്ഛനാണ് ഈ ക്ലീറ്റസ് അച്ഛനെ നമ്മുടെ പട്ടുവത്തേക്ക് ഡയറക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് അച്ഛൻ അവിടെ പോയി മദറിനെ കണ്ടു. മദറിൻ്റെ ആ ധൈര്യവും ശാലീനതയും ആ മുഖമൊക്കെ അച്ഛൻ നന്നായിട്ട് വിവരിച്ചെഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് അച്ഛൻ മരിച്ചുപോയി. അപ്പം അതിന് ഉടനെ തന്നെ മറുപടിയായിട്ട് നമ്മുടെ മദർ പേത്ര സിസ്റ്റേഴ്സിനെ അയക്കുകയും ഇവിടെ നമ്മുടെ സഭ സ്ഥാപിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. എൻ്റെ 9ാമത്തെ വയസ്സിൽ ഇവിടുത്തെ 1975 കാലഘട്ടത്തിലാണ് ഈ കോൺവെൻറ്റ് ഇവിടെ സ്ഥാപിതമായത്.
ഈ 9ാമത്തെ വയസ്സിൽ ഞാൻ ആദ്യമായി കാണുന്ന സിസ്റ്റേഴ്സ് ഇവരാണ്. അതുകൊണ്ട് ഇത്രയും കാലം ഈ സിസ്റ്റേഴ്സിന് മാത്രമേ കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇവരുടെ സേവനം അത്രത്തോളം പ്രശംസിച്ച് ഞാൻ എല്ലാവരോടും പറയാറുമുണ്ട്. മാർത്താണ്ഡംതുറയിൽ അന്ന് കോൺവെൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഈ കോൺവെൻ്റ്, ഈ ദീനസേവന സഭ ഞങ്ങളുടെ ഇടവകയിൽ സ്ഥാപിതമാകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട് അവർ അവിടെ വന്നതുമാണ്. അപ്പോൾ അവിടുത്തെ സ്ഥല പരിമിതി കാരണവും അങ്ങനെയുള്ള ചർച്ചകളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് ഈ സ്ഥലത്തേക്ക് അവർ തിരഞ്ഞെടുത്തതാണ്. അന്ന് ഇതുപോലെ കടപ്പുറത്തിനപ്പുറം ദേവിയം കനാലിനപ്പുറത്ത് ഞങ്ങളുടെ ഇടവകയിൽ അത്രത്തോളം സ്ഥലം ഇല്ലായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊരു സ്ഥലം വാങ്ങി അന്നത്തെ ഇടവക വികാരി ഇവർക്ക് ഈ കോൺവെൻ്റ് തുടങ്ങാനുള്ള സംവിധാനം ചെയ്തു കൊടുത്തതുകൊണ്ട് ഈ സഭ ഇവിടെ സ്ഥാപിതമായതാണ്. അങ്ങനെ ഇവരുടെ സേവനം കണക്കിലെടുക്കാൻ പറ്റാത്തതാണ്. അത്രത്തോളം എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു സഭയാണിത്. DSS എന്ന് പറയുന്ന സഭ ഈ ഭവനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന, സ്നേഹാലയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങളിലും അത്രത്തോളം ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ഇവരെ പ്രശംസിക്കുകയും ഇവർക്ക് വേണ്ടി അധ്വാനിക്കുകയും അല്ലെങ്കിൽ ഇവരുടെ പ്രാർത്ഥന സഹായത്തിന് വേണ്ടി സമീപിക്കുകയും ചെയ്യാറുണ്ട്. ഈ സ്ഥാപനം, ഈ സ്നേഹാലയ എന്നുള്ള സ്ഥാപനം ഓൾഡ് ഏജ് ഹോം ഫോർ മെൻസിനുള്ളതാണ്. ആണുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സ്ഥാപനമാണ്. ഇത് തുടങ്ങിയിട്ട് 2001 തൊട്ട് ഇവിടെ ഉള്ള ഈ നടത്തുന്ന കന്യാസ്ത്രീമാർ പ്രത്യേകിച്ച് ഇവരെ വളരെ സ്നേഹത്തോടു കൂടി എന്ന് പറയാൻ, ഈ സ്നേഹാലയം എന്നിട്ടത് തന്നെ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണെന്ന് തോന്നുന്നു. പലരാലും കൈവിടപ്പെട്ട് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവരുന്നവരെയും ഈ സ്ഥാപനത്തിൽ ചികിത്സിക്കാനും അവർക്ക് വേണ്ട ഭക്ഷണവും വേണ്ട പരിപാലനയും അവരുടെ മരണാനന്തര ചടങ്ങുകൾ വരെ ഈ സ്ഥാപനത്തിൽ വെച്ച് നടത്തുകയും ചെയ്യും. ഞാൻ ഈ സ്ഥാപനത്തിൽ വന്നു തുടങ്ങി 2019 മുതലാണ് ഞാനിവിടെ സ്ഥിരമായിട്ട് ഈ അപ്പച്ചന്മാരെ എല്ലാം നോക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു റോട്ടറി മെമ്പർ കൂടെയാണ്. റോട്ടറി മെമ്പർ ആയതുകൊണ്ട് ഞങ്ങൾ റോട്ടറിയിൽ നിന്നും ഈ സ്ഥാപനങ്ങളിലേക്ക് ഇവർക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനായിട്ട് പല പ്രാവശ്യവും ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ, ഗ്രോസറീസ്, വീൽ ചെയർ, മെഡിസിൻ, അങ്ങനെ പല സാധനങ്ങളും ഞങ്ങൾ ഇവർക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഈ 2020 കോവിഡിൻ്റെ കാലത്ത് വളരെ കഷ്ടപ്പാടായിരുന്നു ഈ അമ്മമാർ സഹിച്ചത്. ഇവിടെ ഉള്ള എല്ലാ ജനങ്ങളും അവർക്ക് വേണ്ടി നല്ല പ്രോത്സാഹനം നൽകി എല്ലാവരും അവരെ സഹകരിച്ചു. അതുകൊണ്ട് ഈ സ്ഥാപനം അവർ ഇന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇപ്പം പണ്ടത്തെ പോലെ നമുക്കിവിടെ ഫോറിൻ എയ്ഡ് അങ്ങനെ ഒന്നും ഇല്ല. ആരെങ്കിലും ഇവിടെ കൊടുക്കുന്നതിന് അവർ കൃത്യമായ റെസിപ്റ്റ് കൊടുക്കും. 5,000 10,000 എത്ര കൊടുത്താലും അതിനുള്ള റെസിപ്റ്റ് കൊടുത്താണ് അവർ ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത്. അവരുടെ ഈ കരുതലിനും സ്നേഹത്തിനും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ അമ്മമാർക്ക് നല്ല ആരോഗ്യവും സൗഖ്യവും കൊടുത്ത് അവർ വീണ്ടും വീണ്ടും ഈ പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഹോം തുടങ്ങിയപ്പം 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് തുടങ്ങിയതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വയസ്സായവരെ നോക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനോ പാർക്കാൻ സ്ഥലം കൊടുക്കാനോ ആരുമില്ല ഈ സ്ഥലങ്ങളിൽ. അവർ ഈ റോഡുകളിലും ബസ് സ്റ്റാൻഡുകളിൽ അങ്ങനെയൊക്കെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് നിറയെ അവിടെ പോകുന്ന ആൾക്കാരും ഓട്ടോ ഡ്രൈവേഴ്സ് വന്ന് ഞങ്ങളുടെ അടുത്ത് ചോദിച്ച്, ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ ആരും നോക്കാതെ കിടക്കുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യണമെന്നും. നമ്മൾ അവർക്ക് വേണ്ടി ഈ സെൻറ്റ് ജോസഫ് ഓൾഡ് ഏജ് ഹോം തുടങ്ങി. 2001 ഇത് തുടങ്ങിയത്. ഈ സ്ഥാപനം തുടങ്ങിയപ്പോൾ ഒരു 2 വയസ്സായവരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടിയ ഭക്ഷണവും പാർക്കാനുള്ള സ്ഥലവും വസ്ത്രങ്ങളും കൊടുത്ത് അവർ വേണ്ട രീതിയിൽ ഞങ്ങൾ നോക്കിക്കൊണ്ട് വരുമായിരുന്നു. 2016 ആ ഹോമിൽ 22 വയസ്സായവർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലം അവർക്ക്
തികയാത്തത് കൊണ്ട് അസൗകര്യങ്ങൾ ഉള്ളത് കൊണ്ടും അവിടെ നിന്ന് നമ്മൾ ആ ചെറിയ ഹോം മാറ്റി ഇച്ചിരി വലുതായിട്ട് പണിത് ഇപ്പം ഇവിടെ 42 വയസ്സായവർ താമസിക്കുന്നുണ്ട്. ഇവർക്കുള്ള വസ്ത്രം, ഭക്ഷണം എല്ലാം നമ്മൾ തന്നെ നോക്കുന്നു. 15/9/1975 വള്ളവളയിൽ ഈ DSS ദീനസേവന സഭ എന്ന പേരുള്ള കോൺവെൻറ്റ് ഉണ്ടാകുന്നത്. അത് വന്ന ഉടനെ ശരിയായിട്ട് പ്രവർത്തിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവർക്ക് വള്ളവള മേടയിൽ തന്നെ, അത് പേരിഷ് ഹോമിൽ തന്നെ സ്ഥലം ഒതുക്കി കൊടുത്ത് അവരവിടെ പണി ചെയ്യുക. ഒരു 5 സിസ്റ്റേഴ്സിൻ്റെ കീഴിൽ, അതായത് മദർ ത്രേസ്യാമ്മയെ മദറായിട്ട് മദർ ജനറൽ പേട്ര അവരുടെ നിയമനത്തിൽ ഇവിടെ പ്രവർത്തിച്ചു വന്നു. ആ സമയങ്ങളിൽ വിദ്യാഭ്യാസ കുറവ് കാരണം ജനങ്ങൾക്ക് അല്പം അറിവ് കുറഞ്ഞ ആൾക്കാരായിരുന്നു ആ സമയത്ത്. ഇവർ പ്രവർത്തിച്ച് ഇടവേള ജനങ്ങളോട് ഒത്ത് വീട് സന്ദർശിച്ച് അവരെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് തെറ്റേത് ശരിയേതെന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവരുടെ പ്രവർത്തനം ഇടവയ്ക്ക് നല്ലതായി കണ്ട് ഇടവക ഭാരവാഹികളും അച്ഛനും ചേർന്ന് ഈ കോൺവെൻറ്റ് ഇവിടെ വേണം, അവർക്ക് സൗകര്യം പോരാ എന്നുള്ള ഉദ്ദേശത്തിൽ ഇപ്പോഴിരിക്കുന്ന സ്ഥലത്ത് ഈ സ്ഥലങ്ങളെല്ലാം 5 ഏക്കറിൽ കൂടുതൽ സ്ഥലം ഇനാമായിട്ട്, അതായത് ഇഷ്ടദാനമായിട്ട് ഇടവക കോൺവെൻറ്റിന് വാങ്ങിച്ചു കൊടുത്തു. ഇടവക ജനങ്ങൾക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത കാരണത്തിനാൽ ഇവിടെ നേഴ്സറി ആരംഭിക്കപ്പെട്ടു. നേഴ്സറി ഈ കോൺവെൻറ്റിൻ്റെ കീഴിൽ ആരംഭിക്കപ്പെട്ട് 3 വയസ്സിന് കഴിഞ്ഞവരെ 3 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ പ്രീ KG, LKG, UKG എന്നുള്ള ക്ലാസ്സുകൾ തുടങ്ങി സ്കൂൾ ആരംഭിച്ചു, നേഴ്സറി സ്കൂൾ ആരംഭിച്ചു. ഞാൻ ഇവിടെ ലിറ്റിൽ ഫ്ലവർ നഴ്സറി സ്കൂളിൽ 13 വർഷമായിട്ട് ജോലി നോക്കുന്നു. ഇവിടെ ജോലി നോക്കുന്നതിൽ ഭയങ്കര തൃപ്തിയാണ് എനിക്ക്. ഇവിടുത്തെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും എല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ നോക്കുകയും പെരുമാറുകയും ചെയ്യുകയാണ്. ഞങ്ങളുടെ സ്കൂളിൽ വരുന്ന കുട്ടികൾ നന്നായിട്ട് പഠിക്കുകയും ഡാൻസ് കളിക്കുകയും പാട്ട് പാടാനും എല്ലാത്തിലും ഭയങ്കര ബെസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന കുട്ടികൾ വേറെ സ്കൂളിൽ പോകുമ്പം അവിടുത്തെ ടീച്ചേഴ്സ് പറയും, ഈ കുട്ടികൾ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ഞങ്ങളുടെ സ്കൂളിൽ ബെസ്റ്റ്, പഠിക്കാനും എഴുതാനും ഡാൻസ് എല്ലാ ആക്ടിവിറ്റീസിലും ഞങ്ങളുടെ സ്കൂളിലുള്ള കുട്ടികളാണ് ബെസ്റ്റായിട്ടിരിക്കുന്നതെന്ന് അവർ പറയും. അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഇവിടെ ഞങ്ങൾ ഈ സ്കൂള് കുറച്ച് ഫീസേ കളക്ട് ചെയ്ത് ഞങ്ങൾ ഈ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര തൃപ്തിയാണ് ഇവിടെ ജോലി ചെയ്യുന്നതിൽ. പിന്നെ ചില കുട്ടികളുണ്ട്, അവർ വളരുമ്പോൾ ലേറ്റായിട്ട് സംസാരിക്കുന്ന കുട്ടികളുണ്ട്. പേരൻസ് ഇവിടെ അഡ്മിഷൻ ഇടുമ്പോഴേ പറയും, ഞങ്ങളെ കുട്ടികൾ സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ആ കുട്ടികൾ മറ്റു കുട്ടികളോട് ചേർന്നിരിക്കുമ്പോൾ നന്നായിട്ട് സംസാരിക്കുകയും ഓടിച്ചാടി കളിക്കാനും ചെയ്യുന്നെന്ന് അങ്ങനെ പേരൻസ് ഞങ്ങളോടത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു 10 മാസമായിട്ടുള്ളൂ. പക്ഷേ ഇതിനു മുമ്പേ ഞാൻ ഒരു 6 വർഷം മുമ്പേ ഞാനിവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ കോൺവെൻറ്റ് സ്ഥാപിക്കുമ്പം തന്നെ ഡിസ്പെൻസറി ഇവിടെ നമ്മൾ 1975-76 വർഷങ്ങളിൽ സ്ഥാപിക്കുകയുണ്ടായി.
ഇവിടെ തീരപ്രദേശം ആയതുകൊണ്ടും ജനങ്ങൾ തിങ്ങി പാർക്കുന്നതായതുകൊണ്ടും ഇവിടെ ഹോസ്പിറ്റലിൻ്റെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും നമ്മളിവിടെ അവരുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മുടെ ഒരു സേവനമായിട്ട് നമ്മളിവിടെ ഒരു ഡിസ്പെൻസറി തുടങ്ങുകയും അവർക്ക് വേണ്ടുന്ന ഇവിടെ ജീവിക്കുന്ന ജനങ്ങളെന്ന് പറയുമ്പോൾ തീരപ്രദേശങ്ങളായതുകൊണ്ട് ഒത്തിരി പാവങ്ങളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്യുവാനും അവരിലേക്ക് ഇറങ്ങി ചെല്ലുവാനും നമുക്ക് ലഭിക്കുന്ന ഒരു വലിയൊരു സേവനമാണിത്. ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഒത്തിരി പൈസ കൊടുത്ത് അവർക്ക് മരുന്നുകൾ വാങ്ങിക്കാനുള്ള ഒരു സാധ്യത അവർക്കില്ല. അപ്പോൾ നമ്മളെ ആശ്രയിച്ചാണ് അവർ ഈ ഹോസ്പിറ്റലിൽ ഈ ഡിസ്പെൻസറിയിലോട്ട് വരികയും അവർക്ക് വേണ്ടുന്നതായ നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിലും തുച്ഛമായ പൈസ വാങ്ങിച്ചിട്ടാണ് നമ്മൾ അവർക്ക് മരുന്നുകൾ നൽകുന്നത്. ഇവിടെ വരുമ്പോൾ അവർക്ക് നമ്മളോടുള്ള ഒരു വിശ്വാസമാണ്. നമ്മൾ കൊടുക്കുന്ന മരുന്ന് കൊണ്ട് അവർക്ക് സുഖമാകുന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാലും അവർക്കൊരു വിശ്വാസമാണ് നമ്മൾ ഈ ദീനസേവന സഭയിൽ ഇവിടെ ഈ ഡിസ്പെൻസറിയിൽ വന്ന് അവർ മരുന്ന് വാങ്ങിച്ചിട്ട് പോയാൽ അവർക്കൊരു തലവേദനയായിരിക്കും. ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു പാരസിറ്റമോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കാം, അവർക്കത് ഒരു പൂർണ്ണ വിശ്വാസമാണ് അവർക്ക് ഇത് ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ അത് സുഖമാകും എന്നുള്ളത്. ഇപ്പം ഈ സ്ഥലങ്ങളിൽ മാത്രമല്ല, നമ്മളിവിടെ സർവീസ് ചെയ്യുന്നത് മൂലം മറ്റുള്ളവർ കൂടെ പുറത്തുനിന്നൊക്കെ ഇച്ചിരി ദൂരെ എന്നുള്ള ആൾക്കാർ വരെ ഇതറിഞ്ഞ് നമ്മുടെ ഈ ആശുപത്രിയിലേക്ക് കടന്നു വരികയും അവർക്ക് വേണ്ടുന്ന ചികിത്സകൾ നമ്മൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ ഒത്തിരി പൈസയല്ല മേടിക്കുന്നത്. നമ്മളിവിടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനോ അങ്ങനെയൊരു ഫീസൊന്നും നമ്മൾ വാങ്ങിക്കാറില്ല. നമ്മൾ അവർക്ക് കൊടുക്കുന്ന മെഡിസിൻ്റെ പൈസ മാത്രം തുച്ഛമായ പൈസയാണ്. അവർ അതുകൊണ്ട് സാറ്റിസ്ഫൈഡ് ആണ്. അവർ പറയുന്നത് ഞങ്ങൾക്ക് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്, വിശ്വാസമാണ്, നിങ്ങൾ എന്ത് തന്നാലും ഞങ്ങൾക്ക് ആ മരുന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുന്നുണ്ടെന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ട്. ദീനസേവന സഭ എനിക്ക് വേണ്ടി സ്ഥാപിതമാണെന്ന് ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട്. ചെറുപ്പം മുതൽ ഒരു മിഷണറി ആവണമെന്നുള്ള എൻ്റെ തീക്ഷ്ണമായ ആഗ്രഹത്തിന് ആരംഭം കുറിച്ചത് ദീനസേവന സഭയിലൂടെയാണ്. ഞാൻ സഭയിൽ ചേർന്ന് 50 വർഷം കഴിഞ്ഞു. ആദ്യകാലങ്ങളിൽ മദർ പേത്രയെ കാണുകയും മദറിൻ്റെ സ്നേഹവും വാത്സല്യവും ആവോളം സ്വീകരിച്ചിട്ടുണ്ട്. എനിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോൾ മദറിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പഠിച്ചതായ ടൈപ്പ് റൈറ്റിങ്ങും ടൈലറിങ്ങും എന്നീ വിഷയങ്ങൾ എൻ്റെ സഭയിലൂടെ പ്രവർത്തിക്കുവാനും അനേകരെ ആ ജോലിയിലൂടെ പ്രബുദ്ധരാക്കാനും പല ശാഖാഭവനങ്ങളിൽ കൂടിയും എനിക്ക് സാധിച്ചു. കേരളത്തിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും സോഷ്യൽ വർക്കിലൂടെ അനേകം മക്കൾക്ക് നന്മ ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 1 വർഷം മാത്രമേ മദർ പേത്രയിൽ കൂടെ ജീവിക്കാൻ കഴിഞ്ഞിട്ടുള്ളെങ്കിലും മദറിനെ കണ്ട ആ കാഴ്ചകളും മദറിൻ്റെ ആ സ്നേഹവും വാത്സല്യവും എല്ലാ ആഴ്ചകളിലും മദർ ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് തരുന്ന സർക്കുലർ വാങ്ങിക്കാൻ മദറിൻ്റെ റൂമിൽ കടന്നു ചെല്ലുമ്പോൾ മദർ ആ സർക്കുലറിനോടൊപ്പം മദറിൻ്റെ സ്നേഹവും വാത്സല്യവും ഒരു ചുംബനവുമെല്ലാം ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് ഇന്നും എൻ്റെ മനസ്സിൽ പച്ചയായി നിലനിൽക്കുന്നു. ഞാൻ 1978 ഞാൻ ആ കോൺവെൻറ്റിൽ ആദ്യമായിട്ട് വരുന്നത്, ക്യാമ്പിന് വരുന്നത് പട്ടുപത്ത്. അപ്പോൾ എൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുനാൾ മുതൽ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൽ ഈ അഡോറേഷൻ സിസ്റ്റേഴ്സാണ് എന്നെ 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ചത്. എനിക്ക് ഈ സിസ്റ്റേഴ്സിനെ കാണുമ്പം ഭയങ്കര ആഗ്രഹം, വളരെ തീക്ഷ്ണമായ ഒരു ഭയങ്കര ആഗ്രഹം മനസ്സിൽ വന്നു. എനിക്കും ഒരു സിസ്റ്റർ ആകണം. സിസ്റ്റർ ആയാൽ എന്താ അതിൻ്റെ ശേഷമൊന്നും എനിക്ക് അറിഞ്ഞുകൂടുന്നു. പിന്നെ എനിക്കൊരു സിസ്റ്റർ ആകണം, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഒരു വിശുദ്ധയാകണം എന്നുള്ള ഒരു ചിന്ത കുഞ്ഞുനാൾ മുതൽ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിനുവേണ്ടി എനിക്കിങ്ങനെ ഓരോ വർഷം ഓരോ വയസ്സ് കൂടുമ്പോഴും എനിക്ക് ഈ സിസ്റ്റർ ആകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഞങ്ങൾക്കൊരു 6-7 കിലോമീറ്റർ നടന്നെങ്കിലേ സ്കൂളിൽ പോകത്തുള്ളൂ. അത് ഞങ്ങളൊരു മലയുടെ മണ്ടയിലാണ് താമസിക്കുന്നത്. ഒരു 2.5 കിലോമീറ്റർ കുന്നും ബാക്കി നിരപ്പുമാണ്. ഇതെല്ലാം ഓരോ കാലടികളും ഞാനിങ്ങനെ ഒരു നിയോഗം വെച്ച് എനിക്കൊരു സിസ്റ്റർ ആകണം, ഒരു വിശുദ്ധയാകണം എന്നുള്ള ഒരു ഇതിൽ ഞാനത് അന്ന് തൊട്ടത് എങ്ങനെയോ
അതങ്ങനെ നിയോഗത്തോടെ ഞാൻ ജീവിക്കാനായിട്ട് എനിക്ക് ഒരു ഉൾപ്രചോദനം കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ പക്ഷേ ചാച്ചനോട് ഞാനിങ്ങനെ ഒരു കോൺവെൻറ്റിൽ പോകണമെന്നുള്ളൊരിത് പറയുമ്പോൾ ചാച്ചൻ പറയും, എൻ്റെ മക്കളെ എന്തുമാത്രം വേണേലും ഞാൻ പഠിപ്പിക്കാം, പക്ഷെ തോക്കരുത്. തോറ്റാൽ അന്നുകൊണ്ട് പഠനവും നിർത്തും, വീട്ടിൽ നിർത്തും. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അപ്പോഴത്തേക്കും എൻ്റെ ഒരു ക്ലാസ്മേറ്റ് തന്നെ ഈ പട്ടുപത്ത് അന്ന് 78-ലല്ലേ, 69-ൽ തുടങ്ങിയ ഗവൺമെൻറ്റാണ്. 78-ൽ അത്രയും വർഷമായിട്ടുള്ളൂ. അവിടെ വന്നേച്ചിട്ട് ക്യാമ്പിന് വന്നിട്ട് എൻ്റെ വീട്ടിൽ വന്നു. അപ്പം ഞാനും പറഞ്ഞു എനിക്കും പോകണം ഗവൺമെൻറ്റിൽ. അപ്പം നമ്മുടെ പട്ടുപത്തെ ആ സ്നേഹവും കൂട്ടായ്മയും അതെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, മോളെ നമുക്ക് ഒന്നിച്ച് അവിടെ ജീവിക്കാം, അവിടുത്തെ സ്നേഹം അത്രയും വലുതാണ്, ഒത്തിരി കഷ്ടപ്പാടുണ്ട്, എങ്കിലും നമുക്ക് അവിടെ പോകാം. അങ്ങനെയാണ് ഞാൻ പട്ടുവം ഗവൺമെൻറ്റിൽ 1978 വന്നത്. പിന്നെ അവിടുന്ന് ഇതോട്ട് ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ഓരോ പടികളും കയറി കുഴപ്പമില്ലാതെയൊക്കെ ജീവിച്ചു. പക്ഷെ നോവിഷ്യേറ്റിൽ വന്നപ്പോഴത്തേനും എനിക്ക് ഒരു ഭയങ്കര അസുഖം പിടിപെട്ട്, എൻ്റെ താടിയെല്ലിന് ഒരു പഴുപ്പ്, അങ്ങനെയൊക്കെ വന്ന് എൻ്റെ ദൈവവിളി വീണ്ടും വെള്ളത്തിലായി ഓലയായി. പിന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ അതേക്കുറിച്ച് അങ്ങനെ തുടർച്ചയായിട്ട് വന്നു. നോവിഷ്യേറ്റിൽ എത്തിയപ്പോഴത്തേനും ഇതെല്ലാം അങ്ങേയറ്റം എത്തി. പിന്നെ എന്നെ വീട്ടിൽ വിടാനൊക്കെ ഒന്ന് തീരുമാനിച്ചു. അപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, മദർ പേത്രായ്ക്ക് ശേഷം വന്ന മദർ വില്ലിഗാർഡ് പറഞ്ഞു, ജോലി ചെയ്യുന്നവരെ മാത്രം, ആരോഗ്യമുള്ളവരെ മാത്രം നമ്മുടെ സമൂഹത്തിൽ നിർത്തിയാൽ പോരാ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളും വേണം. ഞാൻ ഓർക്കുന്നുണ്ട്, ആ വാക്ക് എന്നെ അങ്ങ് കണ്ടമാനം എന്നെ പിടിച്ചു നിർത്തുകയും എന്നെ വളർത്തുകയും ചെയ്തു. ഒന്നും കൂടി ആധ്യാത്മികമായിട്ട് വളരാനായിട്ട് എനിക്ക് പ്രചോദനം ലഭിച്ചു. അന്ന് എന്നെ കണ്ട ആരും ഗവൺമെൻറ്റിൽ എടുക്കുകയില്ല, അതുപോലെയുള്ള ഒരു രൂപമായിരുന്നു എൻ്റെത്. അതുപോലെ മെലിഞ്ഞ് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാതെയൊക്കെ. അങ്ങനെ എൻ്റെ ഫൈനൽ പ്രൊഫഷൻ വരെ ഞാൻ സത്യത്തിലൊരു രോഗിയായിട്ടാണ് ജീവിച്ചത്. പക്ഷേ എൻ്റെ സമൂഹം, എൻ്റെ ദീനസേവന സഭാ സമൂഹം, ഞാൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം എന്നെ കണ്ണിലുണ്ണി പോലെ അവരുടെ കയ്യിൽ വെച്ച് വളർത്തിയ പോലെയാണ് എന്നെ സംരക്ഷിച്ചതും എന്നെ വളർത്തിയതുമെല്ലാം.